ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരഞ്ഞിട്ടില്ലാത്തത് ഈ കേസിൽ വളരെ നിർണായകവുമായ ഒന്ന്. പ്രിയങ്കയുടെ ഫോൺ. പോലീസ് അവിടെ എത്തുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയിരുന്നു. അയാളാണ് ആദ്യം കണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. അതായത് സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ ആരും താങ്കൾക്ക് മൊഴി തന്നിട്ടില്ല. പക്ഷേ വരുണും രാധികയും പ്രിയങ്കയെ കൊന്നു കത്തിച്ചു എന്ന് നിങ്ങൾ വ്യക്തമായി അന്വേഷണ റിപ്പോർട്ടും എഴുതി. യുവർ ഓണർ, ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറുടെ മൊഴിയിൽ നിന്നും ചില കാര്യങ്ങൾ വ്യക്തമാണ്. വരുണിനും രാധികയ്ക്കും നേരെ അദ്ദേഹം കുറ്റം ചുമത്തിയത് അവർ തമ്മിൽ പ്രണയമാണെന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. അല്ലാതെ തെളിവിന്റെ ഒരു കണിക പോലും അതിലില്ല. സിഐയോട് എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല. ഈ കേസുമായി വളരെ അടുത്ത ബന്ധമുള്ള മറ്റൊരാളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. പ്രതികൾ നിഷ്കളങ്കരാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിഭാഗം അഡ്വക്കേറ്റ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഈ കേസിൽ ഉൾപ്പെടാത്ത ആരെയെങ്കിലും കോടതിയിൽ ഹാജരാക്കി പ്രതികളെ രക്ഷിച്ചെടുക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ. വ്യാമോഹമല്ല മിസ്റ്റർ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഇറ്റ്സ് എ ഫാക്ട്. ഞാൻ ഈ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ സിഐ കണ്ടില്ലെന്ന് പറഞ്ഞ പ്രിയങ്ക മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ട ആ മനുഷ്യനെയാണ്. അഗ്രികച്ചവടക്കാരൻ അഖിൽ ഹാജരാകേണ്ടതാണ്. കത്തിക്കരിഞ്ഞു കിടക്കുന്ന ഒരു ശവശരീരം നിങ്ങൾ കണ്ടു അല്ലേ? നിങ്ങൾ എന്ത് ചെയ്തു? ആളുകളെ വിളിച്ചു കൂട്ടിയോ അതോ പോലീസിൽ വിവരം പറഞ്ഞോ? ഇല്ല, കണ്ടപ്പോ ഞാൻ പേടിച്ചുപോയി. നിങ്ങൾ മൃതദേഹം കാണുമ്പോ മൃതദേഹത്തിന്റെ തൊട്ടടുത്ത് എന്തൊക്കെയുണ്ടായിരുന്നു? പ്രിയങ്കയുടെ വസ്ത്രങ്ങൾ, ബാഗ്, മൊബൈൽ ഫോൺ, അങ്ങനെ എന്തെങ്കിലും? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇപ്പോൾ കോടതിയിലുള്ള ആരും മൃതദേഹം ആദ്യം കണ്ടയാളെ കണ്ടിട്ടേയില്ല. ഏതെങ്കിലും ഒരാളെ കോടതിക്ക് മുമ്പായി ഹാജരാക്കി മൃതദേഹം കണ്ടത് ഇയാളാണെന്ന് അയാളുടെ മൊഴിയിലൂടെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യഥാ നാടകമാണ് ഇവിടെ നടക്കുന്നത്.
പ്രിയങ്കയുടെ മൃതദേഹം ആദ്യമായി ഇയാളാണ് കണ്ടതെന്ന് തെളിയിക്കാൻ പ്രതിഭാഗം അഡ്വക്കേറ്റിന്റെ കയ്യിൽ എന്ത് തെളിവുകളാണുള്ളത്? ആരോപണമല്ലല്ലോ മിസ്റ്റർ പ്രോസിക്യൂട്ടർ. പിന്നെ അങ്ങ് തെളിവ് ചോദിച്ച നിലയ്ക്ക് വിലപ്പെട്ട ഒരു തെളിവ് ഞാൻ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരഞ്ഞിട്ടില്ലാത്തത് ഈ കേസിൽ വളരെ നിർണായകവുമായ ഒന്ന്. പ്രിയങ്കയുടെ ഫോൺ. യുവർ ഓണർ, ഇതാണ് പ്രിയങ്ക ഉപയോഗിച്ചിരുന്ന ഫോൺ. കോടതിക്ക് ഇത് പരിശോധിക്കാം. മൃതദേഹത്തിന് അടുത്തുനിന്ന് കിട്ടിയ ഈ സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ ഒരൊറ്റ തവണ മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുവഴിയാണ് ഞങ്ങൾ കണ്ടെത്തുന്നതും ഇയാളിലേക്ക് ഞങ്ങൾ എത്തുന്നതും. മരണം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം പ്രിയങ്കയുടെ മൊബൈലിലേക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. മിസ് കോളുകൾ പരിശോധിച്ചാൽ അത് കോടതിക്ക് കാണാൻ പറ്റും. അതിൽ രാധിക തുടർച്ചയായി വിളിച്ചിട്ടുണ്ട്, വരുൺ വിളിച്ചിട്ടുണ്ട്, പ്രിയങ്കയുടെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ട്, പ്രിയങ്കയുടെ അമ്മ യശോദ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട സിഐയുടെയോ ഒരു പോലീസ് സ്റ്റേഷന്റെയോ ഒരു മിസ് കോൾ പോലും ആ കോൾ ഹിസ്റ്ററിയിലില്ല. സ്വാഭാവികമായും ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം വീണ്ടും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബോധപൂർവം മറന്നു. ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ഒരു തെളിവായി കോടതിയുടെ മുമ്പിൽ എത്തിയ നിലയ്ക്ക് അതിനെ കേന്ദ്രീകരിച്ച് ഞങ്ങൾ നടത്തിയ നിയമപരമായ ഒരു അന്വേഷണം കോടതിയുടെ മുമ്പിൽ നിരത്തുന്നു. പ്രിയങ്കയുടെ ഫോൺ ലഭിച്ചതോ ഇദ്ദേഹത്തെ കണ്ടെത്തിയതോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചാൽ അദ്ദേഹം അത് നേരായ രീതിയിൽ കൈകാര്യം ചെയ്യില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം SP ആർ രാജീവിന്റെ സഹായം ഞങ്ങൾ തേടിയിരുന്നു.